എന്റെ പേര് മധുന. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നെ കൊണകൊണയെന്ന് വിളിക്കുന്നു. എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് പയ്യ ഉണ്ടായിരുന്നല്ല, മെല്ലിച്ചിട്ട് നിന്നെ പോലെ ഇരിക്കും. അവന്റെ ഓർമ്മ വരും എനിക്ക് നിന്നെ കാണുമ്പോ കൊണശേര. അതിന് അവൻ വേറെ ക്യാമറയിലൂടെ പോയില്ലേ? അവനെ ഞാൻ തന്നെയല്ലേ പറഞ്ഞു വിട്ടത്. അവൻ പോയി രക്ഷപ്പെട്ടോട്ടെന്ന്. പിന്നല്ലാതെ. പിന്നെ നീ ഇച്ചിരി വെള്ളം ഇഞ്ഞെടുത്തുണ്ടോ? എന്റെ ജോലി പ്രൊഡക്ഷനിലല്ലേ, ഞാൻ ഡ്രൈവറാണ്. അവിടെ പറയാൻ വെള്ളത്തിന്റെ കാര്യം ഡാടാ, നീ ഇവിടെ നില്ലേ? ഇന്നലെ വരെ ഈ ഷോട്ട് എടുത്തപ്പോ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഇന്ന് മാത്രം ആ മയപ്പിൽ ഒഴിയണ കണ്ടപ്പോ ഓടി ഇങ്ങ് വന്നല്ലയോ? അത് ഇന്നലെ എടുത്തത്, ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിയിരിക്കാണ്. അത് ശരി. അപ്പൊ നിനക്ക് സ്ക്രിപ്റ്റ് പരിശോധന ഉണ്ടല്ലയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് കാണണോ എനക്ക്? ആ ഫാൻ ഇങ്ങോട്ട് തിരിച്ചു വെക്ക്. ലൈറ്റ്സ് ഓൺ. അയ്യോ, എന്നെ ഞാൻ കേക്കുന്നേ. ഇത്രയും വലിയ കോടീശ്വരനായ അങ്ങ് കേറിയിട്ട് എന്നാ വിളിച്ചേ? സാറേന്നാ. ആ ചാമര എന്നെ എടാ വില്യമേന്നാ വിളിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും വിളിച്ചാ മതി കേട്ടാ. എടാ വില്യമേ. അയ്യോ, ഞാനൊരു ശീലന് കയറി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ കയറി അങ്ങോട്ട് ശരി. എടാ വില്യം സാറേ, ഇനി എങ്ങനെ കാര്യങ്ങൾ? ഇപ്പൊ പാക്കപ്പല്ലേ, ഇനി സ്റ്റുഡിയോയുടെ അകത്തുള്ള വർക്കുകളൊക്കെ ഉള്ളു. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ ചോദിച്ചത് മറ്റേ കാര്യങ്ങള്. മിക്സിങ്, ഗ്രാഫിക്സിന്റെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? ഞാനൊരു പോങ്ങനാന്നിരിക്കല്ലേ. എന്റെ ഫാനിന്റെ പരിസരത്തിൽ വിളിച്ച ആ പെണ്ണുണ്ടല്ലോ, എന്താ ബലാലിന്റെ പേര്? ലിസ. മുഴുവൻ പേര് എലിസബത്ത്. എന്ത് ചെയ്താനോ അതിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യങ്ങള്? എടാ, വർക്ക് പിടിക്കാൻ നേരത്തെ നിന്റെ അച്ചായൻ സാറ് ഒളിഞ്ഞും തെളിഞ്ഞും പല ഓഫറുകളും എനിക്ക് തന്നിരുന്നു. കൂടെ നീയും. ആര്? ലിസയാ? എന്റെ പൊന്നിക്ക, കൊടി കെട്ടിയ ഒരുപാട് അവന്മാര് വിചാരിച്ചതാ നടക്കൂല. അവളെ തള്ളയുണ്ടല്ലോ, ഒരു മറുതയാ. അവര് തിളച്ചങ്ങ് ചൂടായി വന്നാലുണ്ടല്ലോ, ഈ കട കമ്പനിയിലെ സകല ഫാനും കൊണ്ടുപോയിട്ട് കറക്കാലും തണക്കൂല. ഇത് നടക്കൂല. അല്ലടാ, അതെ, എല്ലാ മോഡൽസും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കേട്ടാ ഞാൻ ഈ പണ്ടാരം പിടിക്കാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കയ്യിലിരുന്ന് കായ് പോയത് മിച്ചം. എന്റെ പൊന്നിക്ക, ആ ലിസ പറ്റൂലെന്നല്ലേ പറഞ്ഞോളൂ. വേറെ ഒരുപാടുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് നല്ല പെടക്കണ ഐറ്റംസ് ഇല്ലേ? അപ്പൊ ഈ കേക്കണലൊക്കെ സത്യം ഉണ്ടല്ലേ? സത്യാണോന്നോ? നഗ്ന സത്യം. അതാണ് എനിക്ക് വേണ്ടത്. നഗ്ന സത്യ. ഒട്ടുമുക്കാലും ഫോർ സെയിലാ. ഫോർ സെയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആദായ വിൽപ്പന. രണ്ടാദായ വിൽപ്പന. ഹായ്. ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? 4 വർഷം സൗദിയിലായിരുന്നേ. അത് ഈ ആഡ് ഷൂട്ട് ചെയ്യാനാ കണ്ടു വന്ന. ഇതേപോലെ വല്ല സ്റ്റുഡിയോ തുടങ്ങിയാൽ മതിയായിരുന്നു. ആരെ കാണാനാ? ഇവിടുത്തെ അച്ചായൻ സാറിനെ വരാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ അച്ചായൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ഞാന്. ഈ സായനോല സ്റ്റുഡിയോയിലെ ഓൾ ഇൻ ആളും. ഇനി പറ, എന്തിനാ വന്നത്? ഇയാളും ആ അച്ചായന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണോ? ഞാനും കൊറേയൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഒരു മനസാക്ഷി ഇല്ലാത്ത ആ നസ്രാണിക്ക് 2 മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ചോദിച്ചത് കേട്ടില്ലേ? എന്തോ പരസ്യമുണ്ടെന്ന് അച്ചായൻ സാറ് പറഞ്ഞിരുന്നു. ഈ അണ്ടർ ഗാർമെന്റ്സിന്റെ വല്ലോ? അങ്ങനെ ഏതാണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇടുന്ന ബോഡീസ്. ബോഡീസ് അല്ല, ബാഡീസ്. ബാഡീസ്. ഈ കൊച്ചാണോ മോഡല്? അതെ, എന്റെ മോളാണ്. ഒന്ന് എഴുന്നേറ്റ്. അക്ക ഒന്ന് ഇരിക്കുക, അടങ്ങ്. ഒരുപാട് എഴുന്നേക്കെ ഇരിക്കുകയും ചെയ്തതല്ലേ. ആ കൊച്ചെഴുന്നേക്ക്. ഒന്ന് തിരിഞ്ഞ്. അതെ, അച്ചായനെ കുട്ടിയെ കണ്ടായിരുന്നു? ഫോട്ടോ കണ്ടിരുന്നു. അയ്യ, ഫോട്ടോ എന്തൊരു 3Dയാ? ഒരു മനസാക്ഷി ഇല്ലാത്തവൻ. ആര്? ഞാനോ? താനല്ല, അവൻ. പൈസ മുടക്കുന്നവന് ഒരു വിലയില്ല ഇവിടെ. അത് തന്നെ. കുട്ടി, ഇനി ഇരുന്നോളൂ. ആരാ പോയേ? സ്വാമി. പോത്തുസ്വാമി എന്നാ എല്ലാരും വിളിക്കുന്നേ. പോത്തിറച്ചിയോടാ കമ്പം. സ്വഭാവം അതുപോലെയാ. മോള് പേടിക്കണ്ട, പോത്തുസ്വാമിയാ.
ഇക്ക വാ. ഇക്ക വാന്ന്. അല്ല വില്യം സാറേ, ആ കൊച്ചിന്റെ തലയിലെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ മൂപ്പരെന്തോ അണ്ടർ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞു. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത് തന്നെയാ? തേങ്ങയും മാങ്ങയൊന്നുമല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചെന്തിനാ വന്നേ? അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടോണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച് അഭിനയിക്കുവോ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യേ, കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്. നിർബന്ധാണോ? നിർബന്ധാണോ? സീരിയസാ? ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? കാലങ്ങളായി സൗദി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടവര് പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു, ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോന്ന്. അതാവുമ്പോ മാസം മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്താ വിളിച്ചത്? മുതലാളിന്ന്. ഓ, അതെനിക്ക് ഇഷ്ടായി. എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി വിളിച്ചിട്ടില്ല. ഇഷ്ടായി സ്വാമി. അതുപോട്ടെ, കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടതാ. കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരായി. അതെന്താടാ വില്യംസ്? ആ ലിസേനെ ഒപ്പിച്ചു കൊടുക്കുന്ന പേരാണ്. വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. ആ വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പായി. നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്നസ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. ലോലേ, എന്തടി ഇത്ര നാണിക്കാൻ? വയസ്സറിയിച്ച ഈ കണ്ട കാലം അത്രയും ലീലേന്ന് വിളിക്കുമ്പോ വിളിക്കേട്ട് ശീലിച്ചതാ. ഇവിടെ ആയിട്ട് വന്നപ്പോഴാ മാഡം എന്റെ പേര് മാറ്റിയത്. ലോലി എന്നുള്ള വിളി കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് നാണം വരുവാ. ഓ, എന്തു മുടിയുണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. തിക്കുരിശി അമ്മാവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലമായത്. ആരെ കണ്ടാലും പേരൊന്നും മാറ്റാൻ തോന്നും. ആരും മോശമായിട്ടില്ല. ഈയിടെ കാർത്തിക കുഞ്ഞിന്റെ കൂടെ പോകുമ്പോഴേ എന്നെയും പിടിച്ചു നിർത്തും. എവിടെ? ഫ്രെയിമില്. ഞാൻ പേടിച്ചു പോയി. ഓ മാഡം, ഞാൻ അത്തരക്കാരിയൊന്നും അല്ല. മതി നിന്ന് കൊഞ്ചീത്. ചെന്ന് പുട്ടും പയറും പപ്പടം എടുത്തു വെക്കേ. ഇപ്പൊ തരാവേ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്നും ഈ പുട്ടും പയറും പപ്പടവും കഴിച്ചാൽ മടുക്കൂലേ? ഇടയ്ക്ക് വല്ലോ ഇഡ്ഡലിയോ ദോശയോ? പോയി പുട്ടും പയറും പപ്പടം എടുത്തു വെക്കടി. വിശ്വസ്തയുടെ പര്യായം, ഗുണമേന്മയിൽ മികച്ചത്. ഇത്തരം ചവറ് വരികൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പരസ്യങ്ങളിൽ പലവട്ടം. കഷ്ടകാലത്തിന് വമ്പം പരസ്യങ്ങൾ കിട്ടുന്നത് ഇത്തരം തെണ്ടികൾക്കാ. അത് ഗുരുജി എഴുതുന്ന വരി. അത് പെർഫെക്റ്റാ. ഹലോ, ഇങ്ങ് വന്ന് ഇരി പെണ്ണുങ്ങളെ, ചോദിക്കട്ടെ എന്തൊക്കെയാ വർക്കുകള്? ഗംഗയ്ക്ക് നാളെ ഒരു ആൽബം ഉണ്ട്, എനിക്കൊരു TV ആഡും. അപ്പൊ ഇന്ന് ഫുൾ ഫ്രീ അമ്മാമേ. നനയും കുളിയും. അപ്പൊ നിനക്ക് വീട്ടിൽ പോണ്ടേ? ഇല്ല അമ്മമ്മേ, ഞാൻ പോണില്ല. അമ്മയുടെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. കിട്ടുന്നതിൽ പങ്ക് ഞാൻ അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. ATM ഉപയോഗിക്കാനൊക്കെ പഠിച്ചു. പിന്നെ പുതിയൊരു ലോഹിക്കാരനുണ്ടെന്നാ കേട്ടത്. ചില സ്ത്രീകളുടെ ജീവിതം അങ്ങനെയാ കുട്ടി. എത്ര ആലോചിച്ചാലും ഒരു പിടിയും കിട്ടില്ല. അമ്മാമേ, സൈനോരയിൽ നിന്ന് ഗുരുജി പറഞ്ഞിട്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. ഒരു പാവം കൊച്ചാണെന്നാ കേട്ടത്. അമ്മാമ്മ എടുത്തിട്ട് റാഗ് ചെയ്യല്ലേ പ്ലീസ്. വരട്ടെടി, അമ്മാമ്മ ഒന്ന് കാണട്ടെ. ആ, നിങ്ങൾക്ക് ഫ്രീ ആയ സ്ഥിതിക്ക് നമുക്കിന്നൊരു നാടൻ കോഴിയെ വാങ്ങിക്കാം. വറുത്തരച്ച് കറി വെച്ച് പുട്ടും കുത്താം. ലോലേ, ഈ കിളവി ചാകുമ്പോ കുഴിയിൽ ഒരു പുട്ടുകുറ്റി കൂടെ വെച്ചു കൊടുക്കണം. മോളിൽ ചെന്നിരുന്ന് കുത്തട്ടെ. പുട്ട്